അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളും ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു അമൂല്യമായ ഒരു ദിക്റിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ചൊല്ലുന്നവരായിരിക്കും ഈ ദിക്ർ എന്നുള്ളത്. അതായത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഈ ദിക്ർ വല്ലാത്ത അത്ഭുതമാണ്. മുത്തായ തങ്ങൾ ഈ ദിക്റിനെ കുറിച്ച് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധിയാണെന്നാണ്. സ്വർഗത്തിലെ നിധിയാണ് ഈ ദിക്ർ. ഈ ദിക്ർ ഒരാൾ ചൊല്ലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അദ്ദേഹത്തിന് അത് 99 രോഗങ്ങൾക്കത് പ്രതിവിധിയാണ്, പരിഹാരമാണ്, അത് സൊല്യൂഷനാണ്. വരുന്ന രോഗങ്ങൾ, ശാരീരികമായി അനുഭവിക്കുന്ന രോഗങ്ങൾ എല്ലാത്തിനും അത് പരിഹാരമാണ്, അത് ഔഷധമാണ്. അത് മാത്രമല്ല, ആ 99 രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന രോഗമായി എണ്ണിക്കണക്കാക്കിയത് ഹമ്മാണ്, ടെൻഷനാണ്. അപ്പോൾ മാനസിക സംഘർഷം, മാനസികമായ പ്രയാസം നീങ്ങിക്കിട്ടാൻ ഈ ദിക്ർ കാരണമാണ്. അതിന് മുകളിലുള്ള എന്തൊക്കെ രോഗങ്ങൾ ഒരു മനുഷ്യന് പിടികൂടുന്നു, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിൽ നിന്നെല്ലാം അള്ളാഹു തആല നമുക്ക് പ്രൊട്ടക്ഷന് തരികയാണ് ഈ ദിക്ർ വഴി. അത് മാത്രമല്ല, 70ഓളം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്കത് രക്ഷയാണ്, കാവലാണ്. ആ പ്രയാസങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ഏറ്റവും താഴ്ന്ന പ്രയാസമായി എണ്ണി പറഞ്ഞത് ഫഖർ, ദാരിദ്ര്യമാണ്. അപ്പോൾ ദാരിദ്ര്യം ഒരാൾക്ക് പിടിപ്പെടാണെങ്കിൽ അദ്ദേഹം കുഫറിലേക്ക് വരെ പോകുമെന്ന് ഹദീസ് നമുക്ക് കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അത്രയും പേടിക്കേണ്ട ഒരു സംഗതിയാണ് ദാരിദ്ര്യം. അപ്പൊ അതിനെ തന്നെ എണ്ണി പറഞ്ഞത് ഇതിൽ ഏറ്റവും താഴ്ന്ന പ്രയാസമാണ്. അപ്പോൾ അതിനേക്കാൾ മുകളിലുള്ള എന്തൊക്കെ പ്രയാസങ്ങൾ മനുഷ്യന് പിടികൂടുന്നുവോ അതിൽ നിന്നെല്ലാം അല്ലാഹു തആല മോചനം നമുക്ക് തരികയാണ്. അത്രയും അത്ഭുതമാണ് ഈ ദിക്ർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന ദിക്ർ ഇനി മുതൽ പതിവാക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നമ്മുടെ മജ്ലിസിൽ തന്നെ ചൊല്ലുന്ന ഒരു ദിക്റാണ്. അള്ളാഹു നമുക്കുള്ള എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.